Hi dears, welcome back to our family. ജാനിയുടെ ഫാമിലി പറയുന്നു. അപ്പം ഇന്ന് നമ്മുടെ പ്രസവരക്ഷയുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ പുറത്തുണ്ട്. അപ്പം എന്താ പറയുക, രാവിലെ ഉറക്കം എണീറ്റ് കുഞ്ഞു ബേബിനെ ഫീഡ് ചെയ്ത് കാശി ബേബിക്ക് കഞ്ഞി കൊടുത്ത് ഇനി ഞാൻ എന്തെങ്കിലും കഴിക്കാം. പുട്ടുണ്ട്, കഞ്ഞിയുണ്ട്. ഞാൻ കഞ്ഞി തേങ്ങാപ്പാൽ ചേർത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പാലുണ്ടാവാൻ നല്ലതല്ലേ, സോ അത് കഴിക്കണം. കഴിച്ചതിന് ശേഷം കഷായം കുടിക്കണം. ഇന്നത്തെ രീതികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോണത്. ഞാൻ ഇന്ന് 2 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഡെയിലി ഇത് കണക്ക് പ്രസവരക്ഷയുടെ വീഡിയോ മാത്രം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ ഇത് കറക്റ്റ് 14 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതെല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ കഴിയും. പിന്നെ എനിക്ക് വീട്ടിലാണെങ്കിൽ വൈഫൈ കട്ടാണ്. സോ 2 വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ ഡേറ്റയുടെ കാര്യമാണ് കഷ്ടം. നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ 2 അപ്ലോഡ് ചെയ്യാം. ഇതിനിടയ്ക്ക് ആരൊക്കെയോ കുറച്ച് റിക്വസ്റ്റഡ് വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ബെഡൊക്കെ ഒന്ന് തട്ടി തുടങ്ങി. എനിക്ക് ഈ ബെഡ്ഷീറ്റ് ഭയങ്കര മെനക്കാറുണ്ട്. എനിക്ക് വിരിക്കാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ, അതാകുമ്പോഴത്തേന് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതാകുമ്പോഴത്തേന് കയറി ഇരുന്ന് നിറങ്ങിയൊക്കെ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ പ്രസവരക്ഷയുടെ ഏത് സെക്ഷൻ എടുക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഈ പ്രസവരക്ഷയുടെ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അത് കറക്റ്റ് പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാര്യം നമുക്ക് ഡ്രസ്സ് ഇടാണ്ടാണ്, ഇന്നർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ടാണ് പ്രസവരക്ഷേൻ്റെ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നതായാലും മസാജ് ചെയ്യുന്നതായാലും, അപ്പം അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിങ്ങൾ തന്നെ പറയും ഇത് എന്ന് ചോദിക്കും. സോ അതുകൊണ്ടിട്ട് ഞാൻ അത് കവർ ചെയ്യില്ല. കാലിലും അതുപോലെ ബാക്കിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തത് മാത്രം. ആരെങ്കിലും വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ ഞാൻ കവർ ചെയ്ത് പോവാം. അത് ഏതെങ്കിലും ഒരു ദിവസം ആഡ് ചെയ്യാം. ഇന്ന് ഞാൻ അത് ചെയ്യുന്നില്ല. ഇന്നലെ ഞാൻ ഹെഡ് മസാജ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തില്ല. ജസ്റ്റ് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. സോ ഇന്ന് നമുക്ക് ഫേസിലേക്ക് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ ഓയിൽസാണ്, അത് എന്തൊക്കെ പാക്കുകളാണ്, എന്തിനൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം കാണാം. ഇതിപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്ന് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചേച്ചി പറഞ്ഞു. പക്ഷെ ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോഴത്തേന് സമയം ഒത്തിരിയായി. ഇന്നലെ ഞാൻ രാത്രി ഉറങ്ങിയപ്പോഴത്തേന് 12 മണിയൊക്കെ കഴിഞ്ഞു. ഗോഗു വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് 12:30 ആയപ്പോഴത്തേനും ഒപ്പിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നപ്പോഴത്തേനും ഒരു സമയമായി. പിന്നെ കുഞ്ഞു ബേബി രാവിലെ വെളുപ്പിന് തൊട്ടിട്ട് 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എണീക്കലായിരുന്നു. ഉറക്കം കറക്റ്റായില്ല. അതുകൊണ്ട് ഞാൻ എണീറ്റപ്പോഴത്തേനും 9 മണി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ സമയം 10 മണിയാവാറായി. സാധാരണ രാവിലെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. പിന്നെ വീട്ടിലായതുകൊണ്ട് എനിക്ക് എൻ്റെ സൗകര്യത്തിനൊക്കെ പോവാമല്ലോ. അപ്പോൾ ശരി, നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടവും കറിയും ചേച്ചി കഴിച്ചു. ആരൊക്കെയോ ചോദിച്ചായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന ചേച്ചി വീട്ടിൽ തന്നെയാണോ നിൽക്കുന്നത്, നല്ല ചൂട്, വീട്ടിൽ തന്നെയാണോ നിൽക്കുന്നത്? അതെ കേട്ടോ, വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. കാശി അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞാൽ അതേ ചെയ്യൂ. ഭയങ്കര അനുസരണ, പ്രത്യേകിച്ച് തന്നെ. ചേച്ചി വീട്ടിൽ തന്നെ കേട്ടോ നിൽക്കുന്നത്. പിന്നെ ആരോ ഇന്നലെ ഒരു കുട്ടി കമൻറ്റ് ചെയ്ത്, വന്ന ചേച്ചീനെ എന്തിനാ ചേച്ചിന്ന് വിളിക്കുന്നത്, ചേച്ചീനെ എന്തിനാ വിളിക്കുന്നത്, കാശി വഴക്ക് പറയാം ചേച്ചി. ഹെയർ പാക്ക് ഇട്ട് അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞിട്ട് കാണിച്ചു തരാം, മസാജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ചേച്ചി ആ ഓയിൽ ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇപ്പം ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ ലൈക്ക് എങ്ങനെയാണ് പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ടല്ല, അല്ലാണ്ട് ഒരു പ്രോഡക്റ്റ് വേണമെങ്കിലും ജസ്റ്റ് ഒരു കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇവരുടെ പേജ് മെൻഷൻ ചെയ്യാൻ എനിക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. വാട്സപ്പിലോ അല്ലെങ്കിൽ പേജിലോ ഇൻസ്റ്റയിലോ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ഫേസ് ഓയിലാണ് കേട്ടോ. സംഭവം നമ്മുടെ സഹ്യയുടെ തന്നെ ഓൺ പ്രിപ്പറേഷനിൽ വരുന്നതാണ്. ഇതെല്ലാം എന്താ ആയുർവേദമാണ്. സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് ക്യാരറ്റ് ഓയിൽ ഉണ്ടല്ലോ, ക്യാരറ്റും പിന്നെ കുറേ ഔഷധങ്ങളും കാര്യങ്ങളും എല്ലാം ചേർത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ടിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല കേട്ടോ. സോ
ഈ സാധനം ഇത് എത്ര ml ഉണ്ടാവും ചേച്ചി? 100 ml ഒരു ബോട്ടിലാണ്. നമുക്ക് കുറച്ച് മാത്രം മതി. കുറച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുന്നതിൻ്റെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ 3 പാക്കുകളാണ് വരുന്നത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഫസ്റ്റ് ഇതല്ലേ ഇടുന്നത്? ഇത് ഫേസ് പാക്കാണ്. ഇത് എന്തിൻ്റെ ഫേസ് പാക്ക്? സഹീൻ്റെ ഓൺ പ്രോഡക്റ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞു തരൂല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഒരാള്. വേണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പൗഡർ ഒന്ന് കാണിച്ചു തരുമോ? ഇത് സംഭവം ആ ഒരു ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്ത് മറ്റേ ഇരട്ടി മധുരം ഉണ്ട്. അത് ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചു. ഞാൻ ചോദിച്ചത് ഇത് എന്താണ്? അന്നേരം ഇത് തന്നെ സഹീൻ്റെ ഓൺ പ്രോഡക്റ്റ് ആണ്. സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് വെളി പറയൂല. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റേ സംഭവമുണ്ട്, ഇരട്ടി മധുരമുണ്ട്. അപ്പം എൻ്റെ ചുണ്ടത്തൊക്കെ ഇട്ടിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നല്ല രീതിയിൽ പിഗ്മെൻറ്റഡ് ആണ്. 14 ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അന്നേരം റിവ്യൂ പറയാം. ഇപ്പം ഞാൻ ഓരോ ദിവസം ഓരോ രീതികൾ എങ്ങനെയാണ് എന്നുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു പോവാണ് കേട്ടോ. ഇതാണ് ആ ഒരു പൗഡർ. ഇതൊരു പാക്കറ്റിൻ്റെ അകത്താണ് വരുന്നത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ പാക്കറ്റായിട്ടാണ് വരുന്നത്. ഡപ്പയ്ക്കകത്തല്ല, നിങ്ങൾ ഡപ്പയ്ക്കകത്ത് അയക്കാൻ മതി. പിന്നെ പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് മസാജ് ചെയ്യുന്നത് ചേച്ചി ചെയ്ത് തരുന്നത് ഞാൻ കാണിച്ചുതരാം. നമുക്ക് ഒരാൾ ചെയ്ത് തരുമ്പോൾ ഉള്ള പോലെ ആയിരിക്കും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഇന്ന് ഞാൻ പറയുന്നു. ഇനി കേട്ടോ നെക്സ്റ്റ് ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഫേസിലിടുന്ന ഈ സംഭവങ്ങൾ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് മസാജ് കൊടുക്കും. അതിന് പുറമേ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു ബ്രൗൺ മെസ്സേജ് വന്നു. ഒരു ബ്രൗൺ കളറാണ്. ഇതിനകത്ത് പാല് മിക്സ് ചെയ്ത് എല്ലാത്തിൻ്റെ അകത്തും പാലാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. ഇത് സംഭവം ഞവരയാണ്. ഞവരേൻ്റെ കാര്യം സഹീൻ്റെ ഒരുവിധ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഞവര കുറുക്കിയെടുക്കുന്നതാണ്. ഇത് അടുപ്പത്ത് വെച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുപ്പത്ത് വെച്ചിട്ട് പാല് ചേർത്തിട്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുമല്ലോ, അതുപോലെ പഞ്ചസാര ചേർക്കാണ്ടിട്ട് കുറുക്കിയെടുക്കുന്നതാണ് ഞവരേൻ്റെ ആ ഒരു പൗഡർ. ഇതാണ് ഞവരേൻ്റെ പൗഡർ. ഇത് കുറേ ഉണ്ടാവും കേട്ടോ. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുണ്ടാവും. അത്യാവശ്യം എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇത് ഇങ്ങനെ പ്രോഡക്റ്റായിട്ട് മേടിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല പ്രസവരക്ഷ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലേക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിന് എത്രയാണ് റേറ്റ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടിട്ട്. നമ്മൾ ഇപ്പം ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നതിന് ഒരു റേറ്റ്, ഇപ്പോൾ 14 ദിവസത്തേക്ക് ഒരു റേറ്റ് ആയിരിക്കും. വീട്ടിൽ വന്ന് ചെയ്യുന്നതിന് വേറൊരു റേറ്റ് ആയിരിക്കും. അതുപോലെ 21 ദിവസം ആകുമ്പോൾ വേറൊരു റേറ്റ്. ഈ പറഞ്ഞ കണക്ക് ഹോസ്പിറ്റലാണെങ്കിൽ ഒരു റേറ്റ്, വീട്ടിലാണെങ്കിൽ വേറൊരു റേറ്റ്. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത് നിങ്ങൾ ഡയറക്റ്റ് സഹിയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് എത്ര ദിവസത്തെ പാക്കേജാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ബോഡി കണ്ടീഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് അനുസരിച്ച് എടുക്കുമ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരുന്നത്. അപ്പം ഞാൻ എടുത്ത റേറ്റ് ആയിരിക്കത്തില്ലല്ലോ നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളിപ്പം ഹോസ്പിറ്റലിൽ പോയി ചെയ്യുമ്പോൾ ഒരു റേറ്റ് ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അഥവാ ഞാൻ മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. അപ്പം എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് അഞ്ച് ചേച്ചി, എൻ്റെ തെറാപ്പിസ്റ്റാണ് കേട്ടോ. ചേച്ചി ഇന്നലെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചീനെ ചേച്ചി എന്ന് വിളിക്കരുത്, എനിക്കാണ് ഏജ് തോനെ തോന്നുന്നതെന്ന്. കണ്ട ചേച്ചി കോഴിക്കോടാണ് കേട്ടോ. കൊയിലാണ്ടിയിൽ തന്നെയാണ് ചേച്ചീൻ്റെ വീടുള്ളത്. പക്ഷെ അവിടെ നിന്ന് ഇവിടം വരെ വന്ന് നിൽക്കണം. പിന്നെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് നിൽക്കുകയാണോ എന്ന്. അതെ കേട്ടോ, വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നമുക്ക് ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് മസാജ് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ടാണ്. സോ നമുക്കിനി അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കാം.
ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈം തൊട്ടിട്ട് ഓയിൽ മസാജ് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഫേസിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത്. എന്തൊരു ഓയിൽ, നിങ്ങൾ എന്ത് ഫേസ് ഓയിൽ മേടിച്ചാൽ പോലും അത് കയ്യിലോ കഴുത്തിലോ ഭാഗത്തോ ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അലർജിയോ ചൊറിച്ചിലോ പിമ്പിൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്ത്, മേ ബി നമ്മൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ പിമ്പിൾസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെ എന്തെങ്കിലും പിമ്പിൾസോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്ത്, നമ്മൾ ഒരു ദിവസം അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം പിമ്പിൾസ് പൊങ്ങി വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് അപ്ലൈ ചെയ്യാതിരിക്കാൻ നോക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം സെൻസിറ്റീവാണ്. സോ പിന്നെയും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പിമ്പിൾസ് കൂടും. പിന്നെ ഞാൻ പറഞ്ഞിട്ട് പോയി ഓയിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ആയി എന്നൊന്നും പറയരുത്. അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. എന്തെങ്കിലും ഒരു അലർജിയോ കാര്യങ്ങളോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ പിന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യരുത്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രഗ്നൻസി ടൈം തൊട്ടിട്ട് ഫേസ് ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല, പ്രോപ്പറായിട്ടുള്ള മസാജ് കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ കാണുന്ന ടൈമിലാണ് ഓർക്കുന്നത്. ഇതിപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിപ്പം സ്വന്തമായിട്ട് ഒരു മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഇതിപ്പം ഞാൻ എടുത്ത് വെക്കുന്നത് കൊണ്ടിട്ട് ഈ എൻ്റെ ഡെലിവറി കെയർ കഴിയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ എന്നാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫേസിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്, മസാജ് കൊടുക്കേണ്ട രീതി ഇങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലായി. നമുക്ക് ഓരോ മർമ്മം കാര്യങ്ങളൊന്നും മനസ്സിലായി. മർമ്മം നോക്കി പ്രസ് ചെയ്യുക എടുക്കുകയൊന്നും നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അഥവാ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രോബ്ലംസിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ മർമ്മം ഒന്നും നോക്കി ചെയ്യരുത്. ഒരു മസാജ്, നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടുള്ളൊരു മസാജ് കൊടുക്കേണ്ട രീതി മാത്രം നോക്കി പഠിച്ചാൽ മതി. മർമ്മമോ കാര്യങ്ങളോ ഒന്നും നോക്കി പഠിക്കേണ്ടതില്ല കേട്ടോ. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ ഈ വീഡിയോയിലൂടെ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കറിയത്തുമില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ചാൻസസും കുറവാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ അതുകൊട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ ചെവിയുടെ ഭാഗത്തും അതുപോലെ തന്നെ നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചെവി ഒരു ഷെയ്ഡും നെക്കിൻ്റെ ഭാഗം വേറൊരു ഷെയ്ഡുമായിട്ട് നമുക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിപ്പം ഒരു ഫേഷ്യലൊക്കെ ചെയ്യാൻ പോകുമ്പോഴായാലും ഈ ഒരു മസാജ് കൊടുക്കാറുണ്ട് കേട്ടോ. മസാജിങ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാറുണ്ട്. അതുപോലെയല്ല നമ്മൾ ആയുർവേദത്തിൻ്റെ ഇത് സത്യം പറഞ്ഞാൽ ഫേഷ്യൽ തന്നെയാണ്. ഒരു മസാജും സ്ക്രബും ഫേസ് പാക്കും ഒക്കെ വരുന്ന ഒരു ഫേഷ്യൽ തന്നെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ ഒരു 14 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഓരോ ദിവസത്തെ ഫോട്ടോ ഇട്ടില്ലെങ്കിൽ ആദ്യത്തെ ദിവസത്തെയും ലാസ്റ്റ് ദിവസത്തെയും ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോഴത്തേന് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ താടി ഭാഗം അതുപോലെ ലിപ്പിൻ്റെ മുകളിൽ അവിടെയൊക്കെ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതാണ് എന്നൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കാണുമ്പോൾ ഒരുവിധം ആൾക്കാർക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി കൂടുതലായിട്ട് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ബിക്കോസ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുകൊണ്ടിട്ടാണ്. ഇപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അതാരെങ്കിലും വീട്ടിലിപ്പം എല്ലാവർക്കും പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോസിബിൾ ആയിരിക്കില്ല. സോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാണോ ആ ഒരു വെയ്ത് കിഴി കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവരും ചെയ്യാറുള്ളതാണ് പ്രസവത്തിന് ശേഷം. സോ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു പ്രോപ്പർ മസാജ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ കണ്ണിൻ്റെ പോർഷൻ അത് ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ കണക്ക് ഫേഷ്യലൊക്കെ ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു മസാജിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ടൈം എടുത്ത് നല്ല രീതിക്ക് തന്നെ പ്രോപ്പർ മസാജ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഓയിലിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ എത്തേണ്ട രീതിയിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റ് ആ ഒരു ടൈം എടുത്ത് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഞാനിതിപ്പോൾ കട്ട് ചെയ്യാതെയോ ടൈം ലാപ്സ് ഇടാതെയോ ആണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മിനിറ്റോളമാണ് ആ മസാജ് കൊടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു 5 മിനിറ്റ്സോളം തന്നെ ആ മസാജ് കൊടുക്കുന്നുണ്ട്. മസാജിങ് കഴിഞ്ഞു കേട്ടോ. ഇത് എത്ര മിനിറ്റ് ചേച്ചി? 5 മിനിറ്റ്സോളം മസാജ് ചെയ്യും. 5 മിനിറ്റ്സോളം മസാജ് ചെയ്യും. നമ്മൾക്കിപ്പം ഒരാൾ പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരാളാകുമ്പം കറക്റ്റ് മർമ്മം നോക്കിയിട്ട് പ്രസ് ചെയ്ത് എങ്ങനെ ചേച്ചി പറയുന്നത് കറക്റ്റ് ആ ഒരു മർമ്മം കാര്യങ്ങളൊക്കെ നോക്കി പ്രസ് ചെയ്തിട്ടൊക്കെയാണ് മസാജ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ ഓരോ ബെനിഫിറ്റ് ഉണ്ട്, അല്ലെ, ബലം ഉണ്ടാവും.
ഇനി അടുത്തത് ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാണ്. ഫേസ് പാക്കിന് ശേഷം അതും മസാജ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതും ഞാൻ ടൈം ലാപ്സ് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അത് വെച്ച് തന്നെ ചെറിയൊരു സ്ക്രബ് കൊടുക്കും. സ്ക്രബ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ചെറിയൊരു ഇത് നമ്മുടെ സ്ക്രബ് കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേനും അതിനകത്തുള്ള ചെറിയ ചെറിയ നമ്മൾ ആയുർവേദ പൗഡേഴ്സ് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിനകത്തുള്ള ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ കാര്യം, അതിൻ്റെയൊക്കെ പൗഡറിൽ ചെറിയ ചെറിയ തരികളുണ്ടാവും. ആ തരികളാണ് നമ്മുടെ തരികൾ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ക്രബ് കൊടുക്കുന്നത്. സോ അതാണ് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അതുപോലെ ഡെഡ് സ്കിന്നും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ഡെയിലി ചെയ്യുന്നത് നല്ലതല്ല, വീക്ക്ലി വൺസോ ഒരു ടൈപ്സോ ഒക്കെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. സ്ഥിരമായിട്ട് ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ പോലും കാണാത്ത ചെറിയ ചെറിയ പോറലുകളും മുറിവുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സോ അത് ശ്രദ്ധിക്കാട്ടോ. ഡെയിലി ചെയ്യേണ്ട. വീട്ടിൽ സ്വന്തമായിട്ട് ഇതുപോലെ നമ്മൾ ഡെലിവറി കെയർ ചെയ്യുന്നവരാണെങ്കിൽ അത് ഓർത്ത് വെച്ചേക്കണം. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത ആ ഒരു കാര്യം പറഞ്ഞത്. അത് ഓർത്ത് വെച്ചേക്കുക. സ്ഥിരമായിട്ട് ഡെയിലി നമ്മൾ സ്ക്രബ് കൊടുക്കരുത്. അതായത് ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഡെയിലി നമ്മൾ ഈ ഒരു സ്ക്രബ് കൊടുക്കണ്ട, വീക്ക്ലി വൺസ് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ പാക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പം ഞാനിപ്പോൾ സഹീൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ഞാവര പാക്കായി ഇതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് പാക്ക് മസാജ് ചെയ്ത് കൊടുക്കത്തൊന്നുമില്ല. നമുക്ക് റിമൂവ് ചെയ്യുമ്പോഴാണെങ്കിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാം. ഇത് നമ്മുടെ ഞവര കുറുക്കി എടുത്തിട്ടുള്ള ഫേസ് പാക്കാണ് ഇപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫേസ് പാക്കാണ് ഇത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എനിക്കൊരു 2 ഡേയ്സിൽ, അതായത് ഇന്നലെയാണ് എനിക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. 2 ദിവസത്തിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ വരുന്ന ദിവസങ്ങൾ, അതായത് പെട്ടെന്ന് വന്നിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറയും. അങ്ങനെയല്ല കേട്ടോ. ഇത് എൻ്റെ ജെനുവിൻ റിസൾട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്കങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്ന് കള്ളം പറഞ്ഞ് അല്ലെങ്കിൽ പറ്റിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടാനില്ല. യൂട്യൂബിലേക്ക് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊന്നുമല്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. കാര്യം എൻ്റെ കുറേ അനിയത്തിമാർ ഞാനിടുന്ന വീഡിയോസ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോസും കവർ ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. പലരും കമൻറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ദേവുവിൻ്റെ വീഡിയോ കാണുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കമൻസൊക്കെ കണ്ടു. അതൊക്കെ കാണുമ്പം എനിക്കൊരു സന്തോഷമാണ്. സോ അങ്ങനെയുള്ളവർക്ക്, ഇനി നമുക്ക് വീട്ടിൽ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് ഒരു പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഇടുന്നത് കഴുത്തിലിടുന്ന സ്ക്രബാണ്. പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഈ ടാബ്ലറ്റ്സിൻ്റെ ഹോർമോൺ ചേഞ്ചസിൻ്റെയൊക്കെ പിഗ്മെൻറ്റേഷൻ, അതായത് നന്നായിട്ട് ഡാർക്ക് ആവുന്ന ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടുള്ള സ്ക്രബാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് അണ്ടർ ആംസിൽ അതുപോലെ വയറ്റിൽ. എനിക്ക് വയറ്റിൽ നല്ല പിഗ്മെൻറ്റഡ് ആണ്. വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ നെക്കിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോഫി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള, കോഫിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കോഫി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു മാസ്കാണ് അല്ലെങ്കിൽ ഒരു സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ അറിയത്തില്ല. എനിക്ക് പ്രഗ്നൻസി ടൈമിൽ നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു. ഞാൻ പിന്നെ ഈ ഓരോ പാക്കുകളും അതുപോലെ തന്നെ തൈലങ്ങൾ, നയൽപ്പാമരത്തി തൈലമൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുവിധം എൻ്റെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അങ്ങോട്ട് പോകാനുള്ള ദിവസങ്ങളിൽ നല്ല മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് പറയാം. പെട്ടെന്ന് നമുക്ക് 2 ഡേയ്സിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കുറേ നാൾ ട്രൈ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ഞാൻ പറയട്ടെ. നമുക്ക് ഡെയിലി ഈ ഒരു റുട്ടീൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഓരോന്നോരോന്ന് കാണിച്ചു തരുന്നത്. അപ്പം കണ്ണുറങ്ങാൻ പറ്റുന്നില്ല, കണ്ണിലൊക്കെ പാക്ക് കയറി പോകും കേട്ടോ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു കണ്ണിലായിട്ടില്ല, പക്ഷെ തുറക്കാൻ പേടി. കുഴപ്പമില്ല.
അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസിലേക്കുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികൾ ഇങ്ങനെയാണ് പോണത്. ഫേസിലേക്കുള്ളത് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നോർമലി നമുക്കൊരു പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 hours വരെയാണ്. നമുക്ക് 1.25 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. കുളി അടക്കം എല്ലാം കൂടിയിട്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് കുളി അടക്കം വരെ വരുന്നത്. ഇതിപ്പോൾ ഫേസിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ മസാജും ഫേസിൽ പാക്ക് ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുന്നതും ഫേസ് പാക്ക് പിന്നെ ഡ്രൈ ആവാനായിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. ഈ അപ്ലൈ ചെയ്യുന്ന രീതികൾ മാത്രം ഏകദേശം ഒരു 50 minutes നമുക്ക് നിൽക്കും. അതിനുശേഷം ഈ പാക്ക് ഒന്ന് ഡ്രൈ ആവുന്നവരെ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇതിപ്പോൾ എനിക്ക് ബോഡിയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ബോഡിയിലെ പാക്കും അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് എൻ്റെ ഫേസിലത് ഡ്രൈ ആവും. എന്നിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പോഴത്തേന് ഏകദേശം ഒരു 45 minutes അടുപ്പിച്ചിട്ട് ടൈം എടുത്തതിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത്. നമ്മൾ എത്ര നേരം അത് വെച്ചേക്കുന്നതോ അത്രത്തോളം നല്ലതാണ്. ഫേസിൽ വെച്ചേക്കുന്നതോ അത്രത്തോളം നല്ലതാണ്, അത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സോപ്പ് ഇടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലേ ചേച്ചി? സോപ്പ് ഇട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ പോയി. ഇതാകുമ്പോഴത്തേന് ആ ഓയിലും കാര്യങ്ങളൊക്കെ ഫേസിൽ തന്നെ നിൽക്കും. അത് നമുക്ക് പിമ്പിൾസോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. കാര്യം പാക്ക് ഇട്ടതിന് ശേഷമാണല്ലോ മസാജ് ചെയ്ത് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫേസിലേക്കുള്ളതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പോണതെന്ന്. സോ ഫേസിലേക്കുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ എടുത്തു പറയുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, നമുക്ക് ഇവർക്ക് സ്ത്രീ ആയുർവേദം, ചേച്ചി സ്ത്രീ ആയുർവേദം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? സ്ത്രീ ആയുർവേദ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര നാളായാലും, ഇപ്പോൾ ഡെലിവറി കഴിയാത്തവരാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. ഇപ്പം മാരേജിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഓരോ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രൈഡൽ പാക്കേജ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പേജിൽ ഞാൻ കണ്ടായിരുന്നു. സോ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ഒരു കെയർ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോയി ഒരു കെയർ കൊടുക്കാൻ പറ്റും. സോ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഞാനിത് പ്രഗ്നൻസി ഡെലിവറിയുടെ ടൈമിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോയി എടുക്കാൻ പറ്റുമല്ലോ. സോ എന്തായാലും ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.